ുന്നത് ഒരു കാളൻ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് നമ്മളൊരു പച്ച ഏത്തക്കായ എടുത്തു, പിന്നെ തൈരും എടുത്തു. പച്ച ഏത്തക്കായും പഴുത്ത ഏത്തക്കയും വെച്ച് ഉണ്ടാക്കും. നമ്മളിന്ന് പച്ച ഏത്തക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത്തക്ക കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് അതിനകത്തേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുവാണേ. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർക്കാനായിട്ട് അരപ്പുണ്ടാക്കണം. അതിനായിട്ട് തേങ്ങായ, നല്ല ജീരകം, വെളുത്തുള്ളി ഇത് മൂന്നും കൂടെ അരച്ച് അരപ്പുണ്ടാക്കി അത് നമ്മൾ ഈ വെന്ത ഏത്തക്കായിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ഉണ്ടായിരുന്ന അരപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തൈര് ഒഴിക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് മാത്രമേ തൈരൊന്ന് ഉടച്ചിട്ടുള്ളൂ. ആ തൈര് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇളക്കിയിട്ട് നമ്മൾ ചൂടായി കഴിയുമ്പോൾ നിർത്തുക. പിന്നെ ഒരു വറവ് ചേർക്കാനായിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഉലുവ ഇട്ട് കടുകും ഇട്ട് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മളിനി കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് ഒന്ന് ചൂടാക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. അത് നമുക്ക് കാളനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കളറിനായിട്ടാണ് കേട്ടോ ഈ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാളനൊന്ന് ഒരു അരമണിക്കൂർ അടച്ച് വെച്ചിട്ട് തുറന്നപ്പോൾ ഇതാ എല്ലാം പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ഫ്രണ്ട്സ്.